ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ചെന്നൈയിൽ നിന്നും പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്രയിലാണിപ്പോൾ നമ്മൾ. ചരിത്രപരമായി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഈ പോണ്ടിച്ചേരി. ചെന്നൈയിൽ നിന്നും ഏകദേശം ഒരു 150 കിലോമീറ്ററാണ് പോണ്ടിച്ചേരിയിലേക്കുള്ള ദൂരം. 2006 മുതൽ പുതുച്ചേരി എന്ന പഴയ പേരിൽ മാറിയ പോണ്ടിച്ചേരിയിലെ ഓരോവില്ല എന്ന അത്ഭുത സ്ഥലമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമ്മൾ ഈ ഓരോവില്ലയിൽ വന്നിറങ്ങുമ്പോഴേക്കും അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ടീ ഷോപ്പും സ്നാക്ക് ഷോപ്പും ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഓരോവില്ല എന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്: മനുഷ്യരെല്ലാം ഒരൊറ്റ സമൂഹമായി ഐക്യത്തോടെ കഴിയുക എന്നതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ജാതിയോ മതമോ ഇല്ലാതെ ഒരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഒരു വാസ്തുവിസ്മയമാണ് ഈ മാതൃ മന്ദിർ. അത് യോഗയ്ക്കും ധ്യാനത്തിനും വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മൾ കാണുമ്പോൾ നമുക്കിതൊരു ക്ഷേത്രമായിട്ട് തോന്നും. സന്ദർശകർക്ക് മനഃശാന്തി കൈവരിക്കാനായിട്ട് നിശബ്ദതയിൽ ധ്യാനിക്കാനുള്ള കേന്ദ്രമാണ് ഈ മാതൃ മന്ദിർ. മാതൃ മന്ദിറിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൊട്ടടുത്ത് തന്നെ മാതൃ മന്ദിറിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ കയറണമെങ്കിൽ മുൻകൂർ അനുമതിയൊക്കെ വാങ്ങേണ്ടതുണ്ട്. ഇന്ത്യൻ ദേശീയവാദിയും കവിയും യോഗിയുമായിരുന്ന അരവിന്ദ് ഘോഷ് എന്ന അരവിന്ദ് മഹർഷിയുടെ ശിഷ്യയായിരുന്ന മീര അൽഫാസ് എന്ന ഫ്രഞ്ചുകാരി 1968 സ്ഥാപിച്ചതാണ് ഈ ആരോവില്ല. അവരുടെ സങ്കല്പം അനുസരിച്ച് ലോക മാനവികതയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു ഈ ആരോവില്ല. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. യാതൊരു ബഹളമോ ശബ്ദമോ ഒന്നുമില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ എല്ലാം നടന്നെല്ലാം കാണാം. സമത്വത്തിലും മാനവികതയിലൊക്കെ വിശ്വസിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓരോവില്ലയിലെ എക്സിബിഷൻ ഹാളിലാണ്. ഓരോവില്ലയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, പിക്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്ത് നിന്ന് വരുന്ന സന്ദർശകർക്കായിട്ട് എക്സിബിഷൻ ഹാള്, ലൈബ്രറി, പിന്നെ വിസിറ്റേഴ്സ് സെൻറ്റർ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ധാരാളം വൃക്ഷങ്ങളും ചെടികളെല്ലാം ഇവിടെ ഉണ്ട്. പോണ്ടിച്ചേരിയിൽ നിന്നും 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഓരോവില്ലയിലേക്കുള്ളത്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച അത് മാതൃ മന്ദിറാണ്. ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു ഗോൾഡൻ ഗ്ലോബാണത്. അപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. പിന്നെ ഈ ഓരോവില്ല കാണാനായിട്ട് നമുക്കിവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല. നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം ഒന്ന് എൻട്രി ചെയ്താൽ മതി. പിന്നെ ഈ ഓരോവില്ലയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുത്തെ പിക്ചേഴ്സിലെല്ലാം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മാതൃ മന്ദിറിന്റെ ഇനാഗുറേഷൻസിന്റെ പിക്ചേഴ്സും നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഈ ഓരോവില്ലയുടെ ഉള്ളിലുള്ള കാഴ്ചകളും വിശേഷങ്ങളെല്ലാം ഒന്ന് കാണാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മാതൃ മന്ദിർ ഗോൾഡൻ ഗ്ലോബ് ആണ്. മാതൃ മന്ദിറിലേക്ക് എത്താനായിട്ട് നമുക്കൊരു 2 കിലോമീറ്റർ ദൂരമെങ്കിലും നടക്കാനുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഈ മാതൃ മന്ദിറിലേക്ക് പോണ വഴി നമുക്ക് ഇരുന്ന് ഫുഡ് കഴിച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ പോണ്ടിച്ചേരിയിൽ എത്തുന്നതിന് ഒരു 8 കിലോമീറ്റർ മുൻപായിട്ടാണ് ഈ ആരോവില്ല എന്ന സ്ഥലം ഉള്ളത്. നമ്മൾ ഈ മാതൃ മന്ദിറിലേക്ക് പോണ വഴി ഒരുപാട് വൃക്ഷങ്ങളും ചെറിയ ചെടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂടൊന്നും അനുഭവപ്പെടത്തില്ല. നമ്മൾ ഈ പോകുന്ന വഴി നമുക്ക് ഇവിടെ താമസിക്കുന്ന ഫോറിനേഴ്സ് ഈ വണ്ടിയിലൊക്കെ ഇവിടെ കറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. കൂടാതെ നമ്മളിവിടെ തിരിച്ചു പോകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. മാതൃ മന്ദിറിന് ആരോവില്ലയിലേക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. ശരിക്കും ഈ ആരോവില്ല സ്ഥിതി ചെയ്യുന്നത് ഈ തമിഴ്നാട് പോണ്ടിച്ചേരിയുടെ ഒരു ബോർഡറിലായിട്ടാണ്. പിന്നെ നമ്മൾ ഈ മാതൃ മന്ദിറിലേക്ക് പോണ വഴി ഇവിടെ നമുക്ക് ആനിമൽസിൻ്റെ 1-2 സ്റ്റാച്ചു ഒക്കെ കാണാം. അങ്ങനെ പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ ഈ ഒരു കല്ല്. നമ്മൾ ഈ മാതൃ മന്ദിറിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു പ്രധാന ആകർഷണമാണ് ഈ ആൽമരം. ശരിക്കും ഇത്രയും വലിയൊരു ആൽമരം ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ ആൽമരത്തിന് 100-ലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് അതിൻ്റെ മദർ ട്രീ.
അതിൽ നിന്ന് ഉണ്ടായ ശിഖരങ്ങളാണ് ഈ നമുക്ക് വേറായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ വരുമ്പോഴുള്ള ഒരു പ്രധാന ഫോട്ടോഗ്രാഫി ഏരിയ ആണ് കേട്ടോ ഇത്. നമുക്ക് റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ സംഭവമാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഒരു ഇച്ചിരി കൂടെ നടന്നാൽ മതി നമ്മൾ മാട്രി മന്ദിറിലെത്തും. നമ്മൾ ഈ കാണുന്നതാണ് മാട്രി മന്ദിർ ഗോൾഡൻ ഗ്ലോബ്. അങ്ങനെ മാട്രി മന്ദിർ കണ്ട് തിരിച്ചു വരുന്ന വഴി നമ്മുടെ ആൽമരത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.